ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ കാര്യം, ഈ ഫാൻ ഫിറ്റ് ചെയ്യുന്നവർ ചിലവരൊക്കെ കാണാൻ പറ്റും ഈ റാഡ് കൊണ്ടുപോയിട്ട് തലയിൽ പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലർക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരിക്കലും റാഡ് തലയിൽ പിടിപ്പിക്കരുത്. എപ്പോഴും ഫിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫാനിൻ്റെ മോൾഡിൽ നിന്ന് ഈ കാണുന്ന ഗ്രൂ ഇട്ട ഭാഗമാണ് താഴ്ഭാഗത്തേക്ക് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഗ്രൂ ഇട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ ടൈറ്റ് ചെയ്യുന്ന സമയത്ത്, നെട്ട് മോൾഡ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂ എന്താവും, അടുത്തേക്ക് വരും. അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇതിൽ ടൈറ്റിങ് നിൽക്കും. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ തലയിൽ ചൂടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാൻ കടന്ന് ആടിക്കൊണ്ടേയിരിക്കും. ആ ആട്ടം പിന്നെ നിൽക്കില്ല, അത് ബെയറിങ്ങിൽ ഇഷ്യൂ വരും, കുറേ പ്രശ്നങ്ങൾ വരും, സൗണ്ട് വരും കേട്ടോ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചില ഫാനുകളിൽ ഇതേപോലെ ഒരു സ്ക്രൂ വന്നിട്ടുണ്ടാവും. ഈ സ്ക്രൂ ഒരിക്കലും റിമൂവ് ചെയ്ത് കളയരുത്. ഇത് ഊരെടുത്തിട്ട് നേരെ ഈ കാണുന്ന ഇതിൻ്റെ കൂടെ 2 ഹോൾ വരുന്നുണ്ട്, ഈ ചെറിയ ഹോൾ കൂടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ട കേട്ടോ. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ക്യാപ്പ് വരുന്നുണ്ട്. ചിലർ ഇതിൽ ക്യാപ്പ് ഉണ്ടാവില്ല, നേരെ മറിച്ച് നമ്മൾ റാഡിൽ ക്യാപ്പ് ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ റാഡിൻ്റെ മുകളിലത്തെ ക്യാപ്പ് ഊരിക്കളയരുത്. ഇത് ഒരിക്കലും ഊരിക്കളയാൻ വേണ്ടിയിട്ടല്ല കമ്പനി കൊടുക്കുന്നത്. കാരണം ചിലർ ഊരിക്കളയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വയർ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. കാരണം വയർ എപ്പോഴും എടുക്കേണ്ടത് ഈ ഹോൾ കൂടി ഇട്ടിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കാണും ഈ 2 ഹോൾ, ഈ അതായത് ഈ ഗ്രൂവിനിട്ട് വേള ഹോൾ ഉണ്ടോ, അതിൽ കൂടെയാണ് വയർ എടുക്കേണ്ടത് കേട്ടോ. ഇത് ഊരിക്കളഞ്ഞാൽ എന്താ പ്രശ്നം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീലിംഗത്തെ പൊടിയൊക്കെ അതിനുള്ളിൽ ഇറങ്ങിയിട്ട് ഈ ബാരിങ് പെട്ടെന്ന് സ്റ്റക്ക് ആവും, കുറേ കഴിയുമ്പോൾ കിരീൻ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിനാണ് കമ്പനി ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ